ഏതായാലും പ്രസ് ക്ലബിൻ്റെ പരിപാടിക്ക് ക്ഷണിച്ചതിലുള്ള കൃതജ്ഞത ആദ്യമായിട്ട് ഞാൻ രേഖപ്പെടുത്തുക. ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തെ തന്നെ വലിയ തോതിൽ പരിവർത്തനപരമായ സ്വാധീനം ചെലുത്തുന്ന ഒന്നായിട്ട് മാറാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മൾ കേരളം എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഏതാണ്ടൊരു ദശാബ്ദകാലം പിന്നിട്ട ഭരണം പൂർത്തീകരിക്കുന്നതിന് തൊട്ടു മുന്നിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. ആ ഒരു ദശാബ്ദത്തെ കേരള ഭരണം പ്രധാനമായും വലിയ തോതിലുള്ളൊരു വികസന വിസ്മയമാണ് നമ്മുടെ ദേശീയ പശ്ചാത്തലത്തിൽ രൂപപ്പെടുത്തിയത്. നമ്മൾ വലിയ തോതിലുള്ള മുതലാളിത്ത പ്രതിസന്ധിയുടെ ഒരു കാലത്തിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് തന്നെ ഭരണ സമീപനങ്ങളിൽ പൊതുവെ കോർപ്പറേറ്റ് താല്പര്യങ്ങൾക്ക് മുൻഗണന കിട്ടിപ്പോരുന്നതും സാധാരണക്കാരൻ്റെ പൊതു താല്പര്യങ്ങൾക്ക് വേണ്ടത്ര പരിഗണന കിട്ടാതെ പോകുന്നതുമായ ഒരു പരിതസ്ഥിതി രൂപപ്പെട്ടിട്ടുണ്ട്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അതിൻ്റെ പ്രതിഫലനങ്ങൾ കേരളീയ സമൂഹം വലിയ തോതിൽ നേരിടുന്നുണ്ട്. അപ്പോൾ വിദേശത്തൊക്കെ പോകുന്ന ആളുകൾക്കത് അറിയാവുന്നതാണ്. ഞാൻ അതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അത്തരമൊരു സന്ദർഭത്തിൽ വികസനം എന്നത് കേവലമായ അടിസ്ഥാന സൗകര്യ വികസനം മാത്രമല്ല, അതിനപ്പുറത്ത് സാധാരണ മനുഷ്യന് സാമൂഹ്യനീതി ഉറപ്പുവരുത്താനും ദുർബല ജനവിഭാഗങ്ങൾക്ക് സാമൂഹ്യ സുരക്ഷ ഉറപ്പുവരുത്താനും കഴിയുന്ന രൂപത്തിൽ വികസനത്തെ ജനകീയമായ ജീവിത ആവശ്യങ്ങളുമായി സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം നടത്തി വിജയിക്കാൻ കഴിഞ്ഞു കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അതുകൊണ്ട് നാനാ മേഖലകളിലുള്ള വളർച്ച നമുക്കുണ്ടായി. പൊതുവിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം, പൊതുജനാരോഗ്യ മേഖല, ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട മേഖലയിൽ ആളുകളെ സഹായിക്കൽ, ഭൂരഹിതർക്ക് ഭൂമി ലഭ്യമാക്കൽ, പട്ടികജാതിക്കാർ, ആദിവാസികൾ, വനിതകൾ, മറ്റ് സാധാരണ ജനങ്ങൾക്കുള്ള അവരുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള മുൻകൈ, അതിൻ്റെ ഏറ്റവും ഉയർന്ന തലത്തിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സംസ്ഥാനം അതിദരിദ്ര വിമുക്തമായിട്ട് പ്രഖ്യാപിക്കാൻ നമുക്ക് സാധിച്ചു. അപ്പോൾ വലിയ ഒരു മുന്നേറ്റമാണ്. തൊഴിലില്ലായ്മ എന്ന കേരളത്തിൻ്റെ പ്രശ്നത്തിന് പോലും ജില്ലകൾ തോറും ഏറ്റവും കൂടുതൽ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി ഗവൺമെൻറ്റിന് കൊടുക്കാൻ കഴിയുന്ന ജോലി ഏറ്റവും കൂടുതൽ ഈ കേരളം കൊടുത്തു. ഇന്ത്യയിൽ വേറെ ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത രൂപത്തിൽ PSCയുടെ പ്രവർത്തനത്തെ അത് മെച്ചപ്പെടുത്തി. അതോടൊപ്പം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മുൻകൈയിൽ ഇപ്പോൾ എല്ലാ ജില്ലകളിലും നമ്മൾ തൊഴിൽ രഹിതരെ വിളിച്ചു ചേർത്ത് അവർക്ക് തൊഴിൽ അവസരങ്ങൾ ഗവൺമെൻറ്റിലൂടെ രൂപപ്പെടുത്തി കൊടുക്കുകയാണ്. എല്ലാം ഗവൺമെൻറ് ജോലിയല്ല, പക്ഷെ ഗവൺമെൻറ്റിലൂടെ തൊഴിലവസരങ്ങൾ ജനങ്ങൾക്ക് രൂപപ്പെടുത്തി കൊടുക്കുക എന്ന വളരെ പുതുമയാർന്ന ഏറ്റവും നല്ല നിലയിൽ നവീനമായ ഒരു കാഴ്ചപ്പാടിൻ്റെ ഇവിടെ പ്രാവർത്തികമാക്കി. അത് ഈ പ്രയാസകരമായ കാര്യത്തിലും സന്ദർഭത്തിലും ജനങ്ങൾക്ക് ആത്മവിശ്വാസം നൽകിയിരിക്കുക. ഇത്തരം നല്ല വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞതും സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കാൻ കഴിഞ്ഞതും സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ തന്നെ എല്ലാ സാമൂഹ്യക്ഷേമ പെൻഷനുകളുടെയും തുക വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞത്. 62 ലക്ഷം പേർക്ക് കൊടുക്കുന്ന സാമൂഹ്യക്ഷേമ പെൻഷനാണ് ഇപ്പോൾ 2000 രൂപയായിട്ട് നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. പൊതുവെ സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ സാമ്പത്തികാവസ്ഥ വളരെ പ്രയാസകരമാണ്. കേന്ദ്രം നമുക്ക് തരുന്ന വിഹിതം
വലുതോതിൽ വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം കേന്ദ്രത്തിൻ്റെ കൈകളിലേക്ക് എത്തിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ നികുതി ഘടനയെ GSTയിലൂടെ മാറ്റിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത്തരമൊരു സന്ദർഭത്തിൽ ഇത്രയും വലിയ വികസന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ വലിയ ഉൽപ്പതിഷ്ഠത്വം വേണം, ദീർഘവീക്ഷണം വേണം. ആ ദീർഘവീക്ഷണമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നടപ്പിലാക്കിയത്. മൂലധന നിക്ഷേപം എന്നത് ഇപ്പോൾ പൊതുവെ ഗവൺമെൻറ്റുകൾ നടത്താത്തൊരു കാര്യമാണ്. അവിടെ ഏറ്റവും കൂടുതൽ മൂലധന നിക്ഷേപം നടത്താൻ നമുക്ക് സാധിച്ചു. അതുപോലെ തന്നെ ഇന്നത്തെ ലോക പ്രത്യേകതയെ തിരിച്ചറിഞ്ഞുകൊണ്ട് തൊഴിൽ നൈപുണ്യം എന്ന മേഖലയ്ക്ക് ഏറ്റവും വലിയ പ്രാധാന്യം നൽകി. അപ്പോൾ ഭാവി കേരളത്തെ സൂക്ഷ്മ വിശകലനം ചെയ്ത് നമുക്ക് എത്തിപ്പിടിക്കേണ്ട ലക്ഷ്യത്തിലേക്ക് നമ്മുടെ സംസ്ഥാനത്തെയും ജനങ്ങളെയും മുന്നോട്ട് കൊണ്ടുപോവുക എന്ന വലിയ ഉത്തരവാദിത്വം നല്ല നിലയിൽ നിർവഹിച്ചതിൻ്റെ ജനസ്വീകാര്യതയാണ് ഇന്നത്തെ LDFനുള്ളത്. ആ ജനസ്വീകാര്യതയാണ് ഈ പ്രാദേശിക തിരഞ്ഞെടുപ്പിൽ LDFന് അനുകൂലമായ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. എന്നാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം UDF എന്ന് പറഞ്ഞാൽ ഏറ്റവും നിഷേധാത്മകമായ സമീപനമാണ് കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളോടും കേരളത്തിൻ്റെ പൊതുമുന്നേറ്റത്തോടും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സന്ദർഭത്തിലും ഈ വികസന മുന്നേറ്റത്തിന് തടസ്സമായി നിൽക്കുന്ന ഘടകങ്ങളെ വിമർശിക്കാൻ UDF മുന്നോട്ട് വന്നില്ല. ഇപ്പോൾ കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന കടുത്ത അവഗണനയാണ്. ഇന്ന് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ വലിയ പ്രയാസങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഇപ്പം ഇന്നലത്തെ രാഷ്ട്രപതിയുടെ റെഫറൻസിനുള്ള സുപ്രീം കോടതിയുടെ മറുപടി സൂക്ഷ്മമായി പരിശോധിച്ചാൽ കുറെ കൂടി ആപൽക്കരമായൊരു സാഹചര്യം വരാൻ പോവുകയാണ്. പ്രതിപക്ഷ ഗവൺമെൻറ്റുകളെ കേന്ദ്രത്തിലെ ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷിയിലെ പെൻഷനായ ആളുകൾക്കുള്ള അഭയസ്ഥാനം പോലെ ഗവർണർ സ്ഥാനത്തെ കൈകാര്യം ചെയ്ത്, അല്ലെങ്കിൽ തങ്ങളുടെ രാഷ്ട്രീയ ഉദ്ദേശം പ്രാവർത്തികമാക്കാൻ പറ്റുന്നവരെ അവിടെ ഇരുത്തി സംസ്ഥാനങ്ങളുടെ അധികാരത്തിന് നേരെയുള്ള വലിയ കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ഭരണഘടന നൽകുന്ന അവകാശങ്ങൾക്ക് തടസ്സമുണ്ടാക്കുന്ന പ്രവർത്തനം ഗവർണർമാരെ വെച്ച് നടത്തുകയാണ്. അത് വലിയ തടസ്സമാണ് കേരളത്തിൻ്റെ പൊതു വളർച്ചയ്ക്ക്. അതിനെ വിമർശിക്കാനോ അതുമായി ബന്ധപ്പെടുത്തിയ കാര്യങ്ങളിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കാനോ UDF ചെയ്യാറൊന്നില്ല. ഏതവസരവും പിണറായി ഗവൺമെൻറ്റിനെ, വ്യക്തിപരമായ മുഖ്യമന്ത്രിയെ വിമർശിക്കുക എന്നുള്ളതാണ്. സംസ്ഥാനത്തിന് തകർച്ചയുണ്ടാക്കുന്ന കേന്ദ്ര നയത്തിനെതിരായി ഒരു സന്ദർഭത്തിലും കരുത്തോടുകൂടി അവർ മുന്നോട്ട് വരുന്നില്ല. അത് ഇതിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഇപ്പോൾ ഗവർണർമാർ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് തള്ളിക്കയറി RSS അനുകൂലികളായ വൈസ് ചാൻസലർമാരെ വെച്ചു. വലിയ പ്രയാസമുണ്ട് കുട്ടി സർവകലാശാലകളിൽ. ഗവർണർ നിയമിച്ച ഈ വൈസ് ചാൻസലർമാർക്ക് ഏറ്റവും വലിയ പിന്തുണ നൽകുന്നതാരാ? UDF ആണ്. നമ്മുടെ സർവകലാശാലകളുടെ ജനാധിപത്യ സംവിധാനത്തെ തകർക്കാനുള്ള എല്ലാ പ്രവർത്തനത്തെയും അവർ പിന്തുണക്കുകയാണ്. കേന്ദ്രം കാണിക്കുന്ന ഒരു അവഗണനയും സാമ്പത്തിക അവഗണനയും വിമർശിക്കുന്നില്ല. അപ്പോൾ എന്തവരുടെ നിലപാട്? അപകടകരമായ രൂപത്തിലുള്ള എന്താ പറയുക, രാഷ്ട്രീയമായ ദൂരക്കാഴ്ചയില്ലായ്മ കേരളത്തിലെ UDFൻ്റെ ഏറ്റവും വലിയ തകർച്ച. അവിടെ കൊണ്ട് അവർ അവസാനിപ്പിക്കണില്ല. ഇപ്പോൾ RSSൻ്റെ ഒരു രാഷ്ട്രീയമുണ്ട്, നമുക്കെല്ലാം അറിയാം. അത് വലിയ തോതിലുള്ള വിദ്വേഷം വിവിധ ജനവിഭാഗങ്ങൾ തമ്മിൽ ഉണ്ടാക്കുന്ന ഒരു രാഷ്ട്രീയമാണ്. തീവ്ര വർഗീയത വഴി വിവിധ ജനവിഭാഗങ്ങൾക്കെതിരായിട്ട് അവർ പൊതു മനസ്സിനെ രൂപപ്പെടുത്തുക, എല്ലാവരും വർഗീയമായി ചിന്തിക്കുക, എല്ലാറ്റിനെയും വർഗീയവൽക്കരിക്കുക, ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യരും വർഗീയമായി മാത്രം ചിന്തിക്കുന്ന പ്രാകൃത മനോഭാവക്കാരായി മാറുക എന്നുള്ള നിലയിൽ RSS രൂപകൽപ്പന നടത്തി BJPയെ അധികാരത്തിൽ വെച്ച് പിന്നിൽ നിന്ന് നിയന്ത്രിച്ച് നടപ്പിലാക്കുന്ന രാഷ്ട്രീയ സംവിധാനത്തെ നമ്മുടെ സമൂഹത്തിൽ എതിർക്കപ്പെടേണ്ടതുണ്ടെങ്കിലും അതിനെ പൂർണ്ണമായി
അനുകൂലിക്കുന്ന നിലപാടാണ് കേരളത്തിലെ UDF-ഉം കോൺഗ്രസ് നേതൃത്വവും സ്വീകരിക്കുന്നത്. വർഗീയതയ്ക്കാണ് അവർ മുൻതൂക്കം കൊടുക്കുന്നത്. അവിടെ തന്നെ BJP-യുടെ നിലപാടുകളെ വിമർശിക്കാൻ അവർക്കാവുന്നില്ല. BJP-യുടെ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തോട് സ്വീകരിക്കുന്ന തെറ്റായ നയങ്ങളെ വിമർശിക്കാനും കഴിയുന്നില്ല. കാരണം അവരുടെ വർഗീയത ഉണ്ടെങ്കിൽ തങ്ങൾക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടാവുമെന്നാണ് കോൺഗ്രസ് കരുതുന്നത്. സമൂഹം വർഗീയമായി ഭിന്നിപ്പിക്കപ്പെട്ടാൽ അതിൻ്റെ ലാഭം കിട്ടും എന്ന വളരെ വിചിത്രമായ ഒരു സമൂഹ സംവിധാനത്തിൽ അംഗീകരിക്കാൻ കഴിയാത്ത നിലപാട് കേരളത്തിലെ UDF കോൺഗ്രസ് എടുക്കുകയാണ്. അവരുടെ താല്പര്യം എന്താ? എല്ലാ വർഗീയതയും എല്ലാ സമൂഹമാകെ വർഗീയമായി ചേരുതിരിഞ്ഞാൽ അതിൻ്റെ ഗുണഭോക്താവ് ഞങ്ങളാണ് എന്ന ചേതോവികാരമാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം നയിക്കുന്നത്. അപ്പോൾ ഹിന്ദു വർഗീയതയ്ക്ക് പിന്തുണയാവാം. ഇങ്ങേപ്പുറത്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ സംഘപരിവാർ വർഗീയത അധികാരത്തിലെത്തുകയും അതിൻ്റെ ഭാഗമായി വലിയ തോതിലുള്ള ന്യൂനപക്ഷ വിരുദ്ധ സമീപനങ്ങൾ നിയമനിർമ്മാണങ്ങളിലും പ്രായോഗിക പ്രവർത്തനങ്ങളിലും സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുണ്ടാക്കിയ ഒരു അരക്ഷിത ബോധം ന്യൂനപക്ഷ സമുദായത്തിലുണ്ട്, പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗത്തിലുണ്ട്. അതിനെതിരായിട്ട് പൊതുബോധം രൂപപ്പെട്ടു വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ആ നിലയിൽ നിലപാട് സ്വീകരിക്കേണ്ടതിന് പകരം ഇവർ നമ്മുടെ സമൂഹത്തിൽ ന്യൂനപക്ഷ വർഗീയതയും ഈ ഒരു കാലഘട്ടത്തിൽ ശക്തിപ്പെടുന്നുണ്ട്. ഭൂരിപക്ഷ വർഗീയത അതിൻ്റെ തീക്ഷ്ണ കരാള പ്രവർത്തനങ്ങൾ വഴി ന്യൂനപക്ഷങ്ങളെ കടന്നാക്രമിക്കുകയും അമിതാധികാരത്തിലേക്ക് നീങ്ങുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അരക്ഷിത ബോധം ശരിയായ തരത്തിൽ ചിന്തിക്കാത്തവരിൽ നേരെ എതിർദിശയിലെ വർഗീയത ഉണ്ടാക്കും. അതാണ് ന്യൂനപക്ഷ വർഗീയത. സ്വാഭാവികമായിട്ടും അതിനെ വീണ്ടും ഇവർ ഉപയോഗിക്കും. അങ്ങനെയാണ്. ഇപ്പം ന്യൂനപക്ഷ വർഗീയത ശക്തിപ്പെട്ടാൽ അത് ഇവർക്ക് അനുകൂലം. ഇപ്പോൾ ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക അവകാശങ്ങൾ എടുത്ത് കളയുമ്പോൾ ഉണ്ടാവുന്ന അമർഷത്തിൽ അഭ്യസ്ത വിദ്യർ പോലും വർഗീയവാദികളായി പോകുന്നു എന്ന അപകടം. ആ അപകടം വരുമ്പോൾ തിരിച്ച് വർഗീയത ശക്തിപ്പെടുത്താനുള്ള സാധ്യത. ഇങ്ങനെയാണ്. അതെപ്പോഴും റെസിപ്രോക്കലായി പരസ്പര പ്രധാനപരമായി വർഗീയതയെ ശക്തിപ്പെടുത്തും. അപ്പോൾ ന്യൂനപക്ഷ വർഗീയത ശക്തിപ്പെട്ടാൽ ഭൂരിപക്ഷ വർഗീയത അതിനെ വീണ്ടും ഉപയോഗിക്കും. ഈ അപകടം നിലനിൽക്കെ വർഗീയതയ്ക്കെതിരായ കൃത്യമായ സമീപനം വേണം. ഇവിടെ എന്താ സംഭവിച്ചത്? UDF നോക്കൂ നിങ്ങളിപ്പോൾ. 10 കൊല്ലം അധികാരത്തിൻ്റെ പുറത്തിരുന്ന UDF നേരത്തെ ലീഗുമായുള്ള ഒരു നിരന്തര സഖ്യം അവർക്കുണ്ട്. ഇപ്പം അതിനെ കുറെ കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് ഇവിടെ ജമാഅത്തെ ഇസ്ലാമി, അതിൻ്റെ വെൽഫെയർ പാർട്ടി എന്നൊക്കെ പറയുന്ന അതിൻ്റെ രാഷ്ട്രീയ സംവിധാനങ്ങളുമായി കൂടി കണ്ണിയർന്നിരിക്കുന്നു. എന്തെങ്കിലും തരത്തിലുള്ള സാമൂഹ്യ ഉത്തരവാദിത്വം സമൂഹത്തിൽ ഒരു കാരണവശാലും ശക്തിപ്പെടാൻ പാടില്ലാത്ത വർഗീയതയുമായി സന്ധി ചെയ്യുക വഴി UDF-ന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നില്ല. ആപത്കരമായ രാഷ്ട്രീയ നിലപാടുകൾ തുടർച്ചയായി സ്വീകരിക്കുകയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം മതനിരപേക്ഷതയിൽ ഉറച്ചു നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. മതന്യൂനപക്ഷങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്ന നാടാണ് കേരളം. എല്ലാ സാമൂഹ്യ ജനവിഭാഗങ്ങളും അവരോട് തുല്യവീക്ഷണം പുലർത്തുന്ന ഭരണ സംവിധാനമുള്ള നാടാണ് കേരളം. ആ കേരളത്തിൽ നിന്നുകൊണ്ട് ഇവര് വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുക, വളർത്തുക, അതുവഴി രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാനാകുമോ, പിണറായി വിജയന്റെ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ കഴിയുമോ എന്ന് ചിന്തിക്കുന്ന ഹ്രസ്വദൃഷ്ടികളുടെ പാർട്ടിയാണ് ഇന്നത്തെ കോൺഗ്രസ് നേതൃത്വം കേരളത്തിൽ. ആ പാർട്ടി കോൺഗ്രസ് അങ്ങനെയായി, അതിന്റെ നേതൃത്വം അങ്ങനെയായി. അപ്പൊ അത് വളരെ ആപൽക്കരമാണ്. കോൺഗ്രസിന്റെ കൂടി ലീഗ് അതിനെ കുറെ കൂടി ഒന്ന് വിപുലീകരിച്ചിരിക്കുക. ലീഗ് ഒരു കാലത്ത് ഇവിടെ ജമാഅത്തെ ഇസ്ലാമിക്കെതിരായിട്ട് വലിയ പ്രചരണങ്ങൾ നടത്തിയ ആൾക്കാരാണ്. ഈ പ്രസ് ക്ലബിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തകനായിരുന്നു ഇവിടുത്തെ ചന്ദ്രികയുടെ ലേഖകൻ CP സൈദലി. അദ്ദേഹത്തിൻ്റെ പ്രസിഡന്റായിരുന്നു സംശയം എനിക്ക്. പ്രസിഡന്റോ സെക്രട്ടറി ഒക്കെ ആയിട്ടിരുന്നാണ് ഈ പ്രസ് ക്ലബിൻ്റെ. അദ്ദേഹം മഹനീയമായ നല്ല പുസ്തകം എഴുതിയിട്ടുണ്ടായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച്. ഏറ്റവും നല്ല പുസ്തകം എഴുതിയിട്ടുള്ള ഒരാൾ. അപ്പോൾ നമുക്ക് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പഠിക്കാൻ വേണ്ടി നമ്മൾ കേരളത്തിലെ മലയാള പുസ്തകങ്ങൾ അന്വേഷിച്ച് പോയാൽ നമുക്ക് ലഭ്യമാകുന്ന മികച്ച പുസ്തകങ്ങളുടെ അദ്ദേഹം രചിതാവാണ് അദ്ദേഹം. ആ നിലപാടിൻ്റെ എവിടെയെങ്കിലും അടുത്തിപ്പോൾ ലീഗ് നിൽക്കുന്നുണ്ടോ? ജമാഅത്തെ ഇസ്ലാമി വിഴുങ്ങിയ ലീഗാണിപ്പോൾ കേരളത്തിൽ. ജമാഅത്തെ ഇസ്ലാമി വിഴുങ്ങിയ ലീഗിനെ ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ലീഗ് എവിടെയാണ്? UDF-ലാണ്.
കോൺഗ്രസിൻ്റെ കൂടെ ആരാ? വെൽഫെയർ പാർട്ടിയാണ്. കോൺഗ്രസ്, ലീഗ്, വെൽഫെയർ പാർട്ടി എന്ന് പറയുന്ന ഒരു സമന്വയം രാഷ്ട്രീയത്തിൽ രൂപപ്പെടുത്തി എടുത്തു വച്ചിരിക്കുന്നു. ഇത് ആർക്കെങ്കിലും ഗുണം ചെയ്യുമോ? ഞങ്ങളുടെ ഉറച്ച വിശ്വാസം കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷ സമുദായത്തിലെ മഹാഭൂരിപക്ഷം ആളുകൾ ഈ നിലപാടിനെ അംഗീകരിക്കില്ല. കേരളീയ സമൂഹം തന്നെ ഈ നിലപാടിനെ അംഗീകരിക്കില്ല. മത ന്യൂനപക്ഷ വിഭാഗത്തിലെ മഹാഭൂരിപക്ഷം ആളുകളും ഈ അപകടകരമായ രാഷ്ട്രീയ സഖ്യത്തെ നിരാകരിക്കും. ആ അപകടകരമായ രാഷ്ട്രീയ സഖ്യത്തെ നിരാകരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഈ ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് കടക്കുന്ന തെരഞ്ഞെടുപ്പ്. ആ നിലയിലാണ് ഇത് പ്രാധാന്യം അർഹിക്കാൻ പോകുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ, സമൂഹത്തിൻ്റെ, വിശേഷിച്ച് സാധാരണക്കാരൻ്റെ ഒരു താല്പര്യവും സംരക്ഷിക്കാതെ LDFനെ തോൽപ്പിക്കുക എന്ന ഏക ലക്ഷ്യത്തോടു കൂടിയും സംസ്ഥാന അധികാരം പിടിക്കുക, ഏതാണ് തദ്ദേശ സ്ഥാപനങ്ങൾ അധികാരം പിടിക്കുക എന്ന കാര്യത്തിൽ എളുപ്പവഴിയും അന്വേഷിച്ച് നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ആപൽക്കരമായ രാഷ്ട്രീയ സഖ്യം രൂപപ്പെടുത്തിയതിന് ജനങ്ങൾ UDFനെ തിരസ്കരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് നമുക്കില്ല. ആ നിലയിലെ കനത്ത പരാജയം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ സംഘടനാപരമായ വലിയ പ്രശ്നങ്ങൾ അവർ നേരിടുകയാണ്. ഇപ്പം ഇന്ന് വൈകുന്നേരം കഴിയുമ്പോൾ അറിയാം നമുക്ക് എത്രത്തോളം ആ റബൽ ശല്യത്തിൻ്റെ ആഴം ഉണ്ടാകും എന്നുള്ളത്. സാധാരണ ആ റബൽ ശല്യങ്ങളെ പരിഹരിക്കുന്ന രീതിയൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. ആ രീതി കൊണ്ടൊന്നും കുറി തീരൂല. വലിയ തരത്തിൽ റബൽ ശല്യങ്ങൾ അല്ലെങ്കിൽ കൃത്യമായ ഒരു യോജിപ്പിലൂടെ പോകാൻ കഴിയാത്തൊരു സാഹചര്യം UDFന് സംസ്ഥാന വ്യാപകമായിട്ട് ഓരോ UDF ഘടകകക്ഷികൾക്കകത്തും രൂപപ്പെട്ടു വന്നിട്ടുണ്ട് എന്നുള്ള പ്രത്യേകതയും ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ കഴിയും. BJP കേരളത്തിൽ വലിയ പണം ചെലവാക്കി കേന്ദ്രാധികാരത്തെ ഉപയോഗിച്ച് RSSൻ്റെ സംഘടനാശേഷി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തും വേരുറപ്പിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. അതീവ ജാഗ്രതയോടു കൂടിയാണ് ഇടതുപക്ഷം അതിനെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്നത്. UDF അവിടെ നിശബ്ദമാകുമ്പോൾ ഗവൺമെൻറ് നല്ല പ്രതിരോധം രൂപപ്പെടുത്തുന്നുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാ നയങ്ങളോടും കൃത്യമായ എതിർപ്പ് രേഖപ്പെടുത്തുന്നുണ്ട്. ജനങ്ങളെ തീവ്ര ഹിന്ദുത്വ വർഗീയതയ്ക്കെതിരായി അണിനിരത്തുക എന്ന ഉന്നത രാഷ്ട്രീയം LDF അഭംഗുരം തുടരുന്നുണ്ട്. ഒരു വിട്ടുവീഴ്ചയില്ലാത്തൊരു നിലപാടാണ്. ആ നിലപാട് സ്വീകരിക്കുന്നതുകൊണ്ട് കേരളീയ പൊതുസമൂഹത്തിൽ വർഗീയതയ്ക്കെതിരായ പൊതുവികാരമുണ്ട്. വർഗീയതയുടെ പിൻബലത്തിൽ നടപ്പിലാക്കുന്ന സാമ്പത്തിക നയങ്ങളോടുള്ള വിരോധമുണ്ട്. ഇപ്പോൾ ലേബർ കോഡ് വരെ ഇന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നമ്മുടെ രാജ്യത്തെ തൊഴിലാളികൾക്ക് ബ്രിട്ടീഷുകാരുടെ കാലത്ത് കിട്ടിയ അവകാശം പോലും നിഷേധിക്കുകയാണ്. അതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ BJPയുടെ വളർച്ചയെ പ്രതിരോധിക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ LDF നല്ല മുൻകൈയെടുക്കും. കേരളത്തിലെ ജനങ്ങൾ ആ രാഷ്ട്രീയത്തിനും LDFന് അനുകൂലമായി തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തും എന്നുള്ള ഉറച്ച വിശ്വാസമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് തന്നെ സമൂഹത്തെ വർഗീയവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾക്കെതിരായി അതാത് സമുദായത്തിനകത്തുള്ള ഉൽപ്പതിഷ്ണുക്കൾ, നല്ല മനുഷ്യർ ഒരുമിച്ച് നിലപാട് സ്വീകരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. അതുകൊണ്ട് കേരളത്തെ ഗുണപരമായ ഒരു പരിവർത്തന ഘട്ടത്തിലേക്ക് നയിക്കാനുള്ള ആത്മവിശ്വാസമാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രൂപം കൊള്ളാൻ പോകുന്നത്. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം എങ്ങോട്ട് എന്ന് ആലോചിക്കുന്ന എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് മൂന്നാമത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് എന്നുള്ളത്. ഇന്നത്തെ ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളം ഇപ്പോൾ എത്തിച്ചേർന്ന ഒരു ഘട്ടവുമായി ബന്ധപ്പെടുത്തി ആ ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ നല്ല സമാധാനത്തിൻ്റെ ഒരന്തരീക്ഷമുള്ള, എല്ലാ സാമൂഹ്യ വിഭാഗങ്ങൾക്കും തുല്യതയുള്ള, എല്ലാവരെയും പരിഗണിക്കുന്ന, ഇന്ത്യക്ക് കേരളത്തിന് പുറത്തു പോയി എവിടെ ചോദിച്ചാലും നമുക്ക് കേരളത്തിനാണെന്ന് പറയുമ്പോൾ ആൾക്കാർ നമ്മളെ സ്വീകരിക്കുന്നൊരു രീതിയുണ്ട്. ഏത് ഭക്ഷണം കഴിക്കാം, ഏത് വസ്തുവും ധരിക്കാം, ഏത് വിശ്വാസപ്രമാണമായിട്ട് പോവാം. കേരളം ആ കാര്യത്തിലെല്ലാം ഗുണമുള്ളൊരു നാടാണെന്ന്. കേരളത്തിന് പുറത്തു പോകുമ്പോൾ എല്ലാവരും നമ്മോട് പറയും, നിങ്ങൾ കേരളത്തിനാണ് അല്ലേ എന്ന്. കേരളത്തിൻ്റെ വളർച്ചയും അവരെല്ലാം പോസിറ്റീവായിട്ട് കാണുകയാണ്.
അപ്പോൾ അതിൻ്റെ ഒരു പുതിയ ഘട്ടത്തിലേക്ക് പോകും. നമ്മുടെ നാടിൻ്റെ വികസനമാകട്ടെ കുതിച്ചു ചാടും. എല്ലാ ജനവിഭാഗങ്ങൾക്കുള്ള കാഴ്ചപ്പാടും കരുതലും ഉറപ്പിക്കും. അപ്പോൾ യുവാക്കളെ അവരുടെ പ്രശ്നങ്ങൾ, ഇപ്പോൾ ഇന്ത്യയിൽ സമൂഹത്തിന് വയസ്സാവുന്നൊരു കാലമാണല്ലോ ഇപ്പോൾ. ആ വയസ്സന്മാരെ പരിരക്ഷിക്കാൻ ഇന്ത്യ രാജ്യത്തിൽ ഒരു സംസ്ഥാനത്ത് മാത്രമേ ഒരു കാഴ്ചപ്പാടും നിയമം ഉണ്ടാക്കിയിട്ടുള്ളൂ, കേരള വയോജന നിയമം. അങ്ങനെ സാമൂഹ്യ വിഷയങ്ങളുടെ സമഗ്ര അപഗ്രഥനത്തിലൂടെ ശരിയായ മുൻകൈ എടുക്കുക, എല്ലാവരിലും ജീവിതത്തോടുള്ള പോസിറ്റീവായ സമീപനത്തെ, ഗുണപരമായ സമീപനത്തെ രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ള നിലയിൽ കരുതലും കരുത്തുമായി നിൽക്കുന്ന ഒരു ഭരണ തുടർച്ചയുടെ അടിത്തറ പണിയാൻ ഏറ്റവും വലിയ ചുവട് വയ്ക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് കൂടിയാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തന വിപുലീകരണം എന്നതും അതിപ്രധാനമാണ്. അതിലും കൃത്യതയാർന്ന വീക്ഷണം LDF-നാണുള്ളത് എന്നതുകൊണ്ട് വലിയ ജനപിന്തുണയോടുകൂടി LDF-ൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരഞ്ഞെടുപ്പ് വിജയം ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പൊതുവെ ഇപ്പോൾ നമ്മൾ നോക്കിയാൽ 10,000-കണക്കിന് വാർഡുകളുടെ ഒരു തിരഞ്ഞെടുപ്പാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മൾ LDF ഘടകകക്ഷികൾ തമ്മിലുള്ള ഒരു പരസ്പര മത്സരം എന്നുള്ളത്, അല്ലെങ്കിൽ നോമിനേഷൻ അത്യപൂർവമായിട്ട് മാത്രമേ നമുക്ക് ഇതിൽ നോക്കിയാൽ കാണാം. സ്വാഭാവികമാണല്ലോ, ഇത്രയും വലിയൊരു സംഭവത്തിനകത്ത് എവിടെയെങ്കിലും ഒരു പഞ്ചായത്തിൽ ഒരു സീറ്റ് എന്നൊക്കെ സംഭവിക്കാം. അതും പരിഹരിക്കപ്പെടും എന്നുള്ളതാണ്. ആ നിലയിൽ പരിഹരിക്കാനാണ് ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത്ര വലിയൊരു തർക്കം ഒരിടത്തും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. എവിടെയെങ്കിലും ചെറിയ തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് തീർക്കാനും സാധിക്കും. പാലക്കാട് CPI ഒറ്റയ്ക്ക് മത്സരിക്കാന്ന് പറയുന്നു. CPI ജില്ലാ സെക്രട്ടറിയാണ് പറയുന്നത്. എവിടെ? പാലക്കാട് ജില്ലയിൽ CPM കഴിഞ്ഞ കാലം ഷെയർ ചെയ്ത സീറ്റുകളൊന്നും പല സീറ്റുകളൊന്നും കൊടുത്തില്ല. CPI ജില്ലാ സെക്രട്ടറിയാണ് ഇന്നലെ അവിടെ പറയുന്നുണ്ട് CPI ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത്. മുന്നണി സമൂഹമൊക്കെ പോയോ പാലക്കാട് ജില്ലാ പഞ്ചായത്ത് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഏതെങ്കിലും ഗ്രാമപഞ്ചായത്തിൽ എവിടെയും പ്രശ്നമുണ്ടോ എനിക്ക് അറിഞ്ഞൂടാ. ഒരു തർക്കമില്ല. നിലവിലുള്ള ഒരു സ്റ്റാറ്റസ് കോയിലും മാറ്റം വരുത്തുന്നില്ല. ഒരു സ്ഥലത്തും നിലവിലുള്ള സ്റ്റാറ്റസ് കോ നമ്മൾ മാറ്റാറില്ല. അതൊക്കെ അതുപോലെ തുടർന്ന് പോകുന്നത്. തെരഞ്ഞെടുപ്പ് സമയത്ത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്ത് CPM പ്രതിരോധത്തിലാക്കി. അതിൽ CPM പ്രതിരോധത്തിലാവേണ്ട കാര്യമൊന്നുമില്ല. ഇതിപ്പോൾ ഈ ഇന്നലെ തന്നെ പാർട്ടിയുടെ സ്റ്റേറ്റ് സെക്രട്ടറി അതിലെ പാർട്ടി നിലപാട് വ്യക്തമാക്കുകയുണ്ടായി. നമ്മൾ പിന്നെ ഏത് ചുമതല നിർവഹിക്കുമ്പോഴും ഏത് സ്ഥാപനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും തികഞ്ഞ ഉത്തരവാദിത്വത്തോടു കൂടിയാണ് ഇത് കൈകാര്യം ചെയ്യുക കമ്മ്യൂണിസ്റ്റുകാർ. ദേവസ്വം എന്ന് പറയുമ്പോൾ അത് ഒരുപാട് സംവിധാനങ്ങളിൽ ഒന്നാണ്. ഇപ്പോൾ പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾ സാധാരണ ഇത്തരം കാര്യങ്ങളുടെ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടാറില്ല. കാരണം ഇടപെടാൻ പാടില്ല. അതൊക്കെ അതിൻ്റെ രൂപത്തിൽ പോകുന്ന കാര്യമാണ്. വിശ്വാസികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ നമ്മളെപ്പോഴും അതിൻ്റെ ഒരു ഫെസിലിറ്റേറ്റഡ് സർവീസ്, ആരാധനയ്ക്കൊക്കെ വരുന്നവർക്ക് കൂടുതൽ സൗകര്യങ്ങളും സഹായങ്ങളും നൽകുക എന്നുള്ള നിലയിലാണ്. ബാക്കിയുള്ളതൊക്കെ അവിടുത്തെ ദൈനംദിന കാര്യങ്ങളാണ്. അവിടുത്തെ ദൈനംദിന കാര്യങ്ങളിപ്പോൾ പല സംവിധാനങ്ങളിലൂടെയാണ് നടക്കുക. അപ്പോൾ പിന്നെ ദേവസ്വം ബോർഡുകളുണ്ട്, പ്രാദേശിക ക്ഷേത്ര സമിതികളുണ്ട്, ആചാരപരമായ കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടി തന്ത്രിമാർ, അങ്ങനെയുള്ള ഘടകങ്ങളുണ്ട്. പല ഘടകങ്ങളാണ്. പിന്നെ ഇപ്പോൾ കേരളത്തിലെ ദേവസ്വം ബെഞ്ച് തന്നെ ഉണ്ട്. കോടതിയുടെ നിരീക്ഷണങ്ങളും സഹായങ്ങളും സൗകര്യങ്ങളും ഒക്കെ കൂടിയിട്ടാണ് ഈ ദേവസ്വം ഭരണങ്ങൾ. അപ്പോൾ അതിലിപ്പോൾ ശബരിമലയിലുണ്ടായ വിഷയങ്ങളിൽ സമഗ്രമായ അന്വേഷണം നടത്തണം. അവിടെ ഏറ്റവും ശക്തമായ നിലപാടാണ് LDF ഗവൺമെൻറ് സ്വീകരിച്ചത്. പിന്നെ ഏതന്വേഷണവും നടത്തുക, വേഗത്തിൽ നടത്തുക എന്നുള്ള ഒരു സമീപനം സ്വീകരിച്ചു. നിർഭാഗ്യവശാൽ നമ്മുടെ പ്രതിപക്ഷത്തിന് അത് അത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അവർ CBI വരണം എന്നായിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ നമ്മൾ ഹൈക്കോടതിയും കൂടിയും മേൽനോട്ടം കൊടുത്ത് പിന്നെ ഒരു അന്വേഷണം
നടന്നു വരികയാണ്. അന്വേഷണം ഇൻവെസ്റ്റിഗേഷൻ ഘട്ടത്തിലാണ്. ആ ഇൻവെസ്റ്റിഗേഷൻ ഘട്ടത്തിൽ പിന്നെ അതിലെ മുഖ്യ പ്രതികളെ നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ആ ഇൻവെസ്റ്റിഗേഷൻ ഘട്ടത്തിൽ വിവിധങ്ങളായ ചുമതലകൾ നിർവഹിക്കുന്നവരെ പോലീസ് ചോദ്യം ചെയ്യും. അവരുടെ പേര് ചിലപ്പോൾ കേസെടുക്കും. അതിൻ്റെ വിശദാംശങ്ങൾ ആ പ്രോസസ്സിലൂടെ പോകണം. നമ്മൾ അതിൻ്റെ വിശദാംശങ്ങൾ വരുമ്പോൾ ഏതെങ്കിലും ഞങ്ങളുടെ ആളുകളുടെ ഭാഗത്ത് നിന്ന് CPM-മായി ബന്ധപ്പെടുത്തിയ ഏതെങ്കിലും ഒരാളുടെ ഭാഗത്തു നിന്ന് നമ്മുടെ സമൂഹം അംഗീകരിക്കാത്ത തരത്തിലുള്ള പെശകുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്തരം പെശകിൻ്റെ ഒപ്പമല്ല CPM നിൽക്കുക എന്ന് CPM-നെ അറിയുന്ന എല്ലാവർക്കും അറിയാം. യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഈ വെൽഫെയർ പാർട്ടി ബന്ധം നേരത്തെയൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പം UDF പല തദ്ദേശ സ്ഥാപനങ്ങളിലും അത് പ്രശ്നമാക്കാതെ തന്നെ മുന്നോട്ട് പോവുകയാണ്. പരസ്യമായിട്ട് തന്നെ പല സ്ഥലങ്ങളിലും ബന്ധമുണ്ട്. പക്ഷേ ഇടതുപക്ഷം അത് അത്ര ഈ പ്രാവശ്യം ഉയർത്തിക്കൊണ്ട് വരുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ കാണുന്നില്ല. അത് ഞാനിപ്പോൾ സംസാരിച്ചപ്പോൾ ഞാനത് പറഞ്ഞു തന്നെ എൻ്റെ ഓർമ്മ. ഈ പിന്നെ ഞാൻ പറഞ്ഞല്ലോ, വെൽഫെയർ പാർട്ടിയെ നയിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ശിഷ്യത്വം സ്വീകരിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ തന്നെ അതിനപ്പുറം നമുക്കൊന്നും പറയാനില്ല. പ്രത്യയശാസ്ത്രപരമായ പരിസരം ഇവർ ജമാഅത്തെ ഇസ്ലാമിയുടേതാക്കുകയാണ് ഇത്. ഏറ്റവും ആപത്കരമാണത്. നമ്മുടെ സാമൂഹ്യ ഘടനയിൽ അങ്ങേപ്പുറത്ത് RSS പിന്നിൽ നിന്ന് നിയന്ത്രിച്ച് നമ്മുടെ സമൂഹത്തെ വലിയ തോതിൽ ഭിന്നിപ്പിച്ച് വിദ്വേഷത്തിൻ്റെ ഒരു രാഷ്ട്രീയം രൂപപ്പെടുത്തി. സംഹിതകൾ തന്നെ മാറിയില്ലേ? ഒരാൾ പ്രതിയാക്കപ്പെട്ടാൽ അയാളുടെ വീടിൻ്റെ മുകളിലൂടെ ബുൾഡോസർ പോവുകയാണ്. ഡെമോക്രസി എവിടെ ഉണ്ടാവുക? എത്ര ആപൽക്കരമാണത്? മതന്യൂനപക്ഷ മുസ്ലിമിനെ ഭീകരനായി ചിത്രീകരിക്കാൻ പാടുണ്ടോ? പാടില്ലല്ലോ. അവരിന്ത്യയിലെ പൗരന്മാരല്ലേ? ഒരു ഇന്ത്യൻ പൗരന് ഒരു പെശക് സംഭവിച്ചാൽ പോലും നമ്മൾ തിരുത്തിയിരിക്കുകയല്ലേ ചെയ്യുക. അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ജനാധിപത്യത്തിൽ സ്വീകരിക്കേണ്ട മാതൃകാപരമായ സമീപനം അത് നമ്മുടെ കാലം രൂപപ്പെടുത്തിയിട്ടുള്ള ആധികാരികതകളുള്ള നിയമ സംവിധാനം വഴിയാണ്, സാമൂഹ്യമായ ഇടപെടലുകളിലൂടെയുമാണ് തെറ്റായ ഏത് പ്രവണതയും നമ്മൾ ഇല്ലാതാക്കുക. ഇവിടെ ഇന്നൊക്കെ വിട്ട് വിദ്വേഷം പ്രചരിപ്പിക്കാൻ പ്രധാനമന്ത്രി തന്നെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അത്തരം രാജ്യത്ത് ഇപ്പോൾ ജീവിക്കുക. അപ്പം അത്തരം സന്ദർഭത്തിൽ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി എല്ലാവരും നിലകൊള്ളണം. ഇവിടെ സംഭവിച്ചത് UDF ഇവിടെ എങ്ങനെയാണോ RSS പിന്നെ ഭൂരിപക്ഷ ഹിന്ദു സമുദായത്തെ ആകെ വർഗീയ ബോധത്തിലേക്ക് കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നെങ്കിൽ മറുഭാഗത്ത് മതന്യൂനപക്ഷ വിഭാഗങ്ങളെ ആകെ വർഗീയതയുടെ ഒരു വഴിയിലേക്ക് കൊണ്ടുപോയി തളച്ചു കെട്ടി പിന്നെ അപകടകരമായ രാഷ്ട്രീയത്തെ പ്രചരിപ്പിച്ച് പ്രാവർത്തികമാക്കാൻ ഏറ്റവും കൂടുതൽ പരിശ്രമിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമി. അവർ നൽകുന്ന പ്രത്യയശാസ്ത്ര ഗൈഡ് ലൈൻ, ആ ഗൈഡ് ലൈനാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് പോലെയുള്ള പാർട്ടികളുടെ പിന്നെ പൊതുനയം എന്ന് വരുന്നതാണ് ആപത്ത്. അതാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധം വിച്ഛേദിച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ കഴിയാത്ത രാഷ്ട്രീയ കക്ഷിയായി ലീഗും UDF-ഉം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത. ഞങ്ങൾ എന്തിനാ ഇവർ ഈ മുന്നണി ഉണ്ടാക്കുന്നത്? ഇടതുപക്ഷം അഡ്വാൻസ് ചെയ്യുന്നു, ന്യൂനപക്ഷ സമുദായത്തിലേക്കും കൂടി പഴയതിനേക്കാൾ കൂടുതൽ ഇടതുപക്ഷ സ്വീകാര്യത വർദ്ധിക്കുന്നു. അത് ഒഴിവാക്കണം. അതിനുവേണ്ടി സ്വീകരിക്കുന്ന എളുപ്പ വഴി UDF-നെ ദുർബലപ്പെടുത്തും. ഒരു സംശയങ്ങൾ വിചാരിക്കണ്ട. ഇതിൽ UDF ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന ഈ തെറ്റായ നിലപാടിനെ കേരളത്തിലെ എല്ലാ സാമൂഹ്യ ജനവിഭാഗങ്ങളിലുമുള്ള ആളുകൾ എതിർത്ത് തോൽപ്പിക്കും. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് കാണാം. ഇപ്പം ന്യൂനപക്ഷത്തെ ആകെ വർഗീയവൽക്കരിക്കാൻ ശ്രമിച്ചാൽ ന്യൂനപക്ഷത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങൾ സ്വയം വർഗീയവാദിയോ? ഇല്ല. ആ ന്യൂനപക്ഷ സമുദായത്തിലെ മഹാഭൂരിപക്ഷം ആളുകൾ ഈ തെറ്റിനെതിരായ ശരിയായ നിലപാടെടുക്കും. അവർ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുക. അത് UDF-ന്റെ ജനകീയ പിന്തുണയെ ദുർബലപ്പെടുത്തും. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ബന്ധം UDF-ന്റെ ജനകീയ പിന്തുണയെ ദുർബലപ്പെടുത്താൻ പോകുന്നു. ലീഗിന് ഏറ്റവും വലിയ നഷ്ടക്കച്ചവടമായിട്ട് അത് മാറാനും പോകുകയാണ്. അത് നല്ല മറുപടിയാണ്. നല്ല മറുപടിയാണ്. ഇത്ര അതിബുദ്ധിമാന്മാർക്ക് മാത്രമേ ഇത്തരം മറുപടി പറയാൻ പറ്റൂ.
ഏത് ഇപ്പം ഇങ്ങനെ ഇതിലൊക്കെ ഉണ്ടാക്കി മുന്നണിയൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ എന്തൊരു മുന്നുണ്ടാക്കി. അപ്പോൾ പണ്ടൊരു കാലത്ത് ഒരു മുന്നണി ഞങ്ങളൊരു കാലത്ത് ഒരാളെ മുന്നണി ഉണ്ടാക്കുന്നില്ല. ഏത് രാഷ്ട്രീയ നിലപാടും ഒരു പ്രത്യേക കാലഘട്ടത്തിലേക്ക്. അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞൊരു കാലത്ത് എടുക്കുന്ന രാഷ്ട്രീയനോട് അടിയന്തരാവസ്ഥ കാലത്തിൻ്റെ അത് ഏത് കാലമായിരിക്കും? അത് ജനാധിപത്യ പൗരാവകാശങ്ങളെ ഇല്ലാതാക്കുന്നതായിരിക്കും. ഫാസിസം എന്നൊരു സാധനം പറ്റെടുത്തിട്ട് അതിൻ്റെ ആയിരിക്കും. ഇന്നത്തെ കറണ്ട് പൊളിറ്റിക്സിൽ നിങ്ങൾ എന്ത് നിലപാടാണ് ഇപ്പോൾ? അതാണ് പ്രസക്തം. ഇപ്പോൾ നിങ്ങൾ എന്ത് നിലപാട് സ്വീകരിച്ചിരിക്കുന്നു? ഇപ്പോഴത്തെ ദേശീയ സാഹചര്യം എന്താണ്? ഇപ്പോഴത്തെ ഇന്ത്യൻ സാഹചര്യം എന്താണ്? തീവ്ര ഹിന്ദുത്വം അതിൻ്റെ പ്രാകൃതത്വത്തെ പാവപ്പെട്ടവൻ്റെ മേലെ അടിച്ചേൽപ്പിക്കുമ്പോൾ, മതന്യൂനപക്ഷത്തിന് ജീവിക്കാനുള്ള ആത്മവിശ്വാസം തകർക്കുമ്പോൾ, തീവ്ര വർഗീയതയുടെ രാഷ്ട്രീയം കൊണ്ടുവന്ന് അവർക്ക് കൂടി അവരുടെ പ്രവർത്തനത്തെ ന്യായീകരിക്കാൻ വഴിയൊരുക്കുന്ന ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുകയാണ്. RSSന്റെ ന്യൂനപക്ഷ വിരുദ്ധതയ്ക്ക് ന്യായമുണ്ടാക്കുന്ന രാഷ്ട്രീയ നിലപാടാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ UDF സ്വീകരിച്ചിരിക്കുന്നത്. എത്ര ആപത്കരമാണത്! സമാധാനമുള്ള കേരളത്തിൻ്റെ സമാധാന ജീവിതത്തെ തകർക്കുക എന്ന RSS ലക്ഷ്യത്തിനും സഹായകരമായ നിലപാടാണ്. നമ്മളത് പറഞ്ഞല്ലോ. ഇത് അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ അതിൽ പാർട്ടിക്ക് നിരക്കാത്ത പ്രവർത്തനം ആര് നടത്തിയാലും, A ആയാലും B ആയാലും C ആയാലും ഞാനായാലും പാർട്ടിക്ക് നിരക്കാത്തതാണെങ്കിൽ ആ ഒരു സമീപനം സ്വീകരിക്കും. അതിനോടൊരു സമീപനം പാർട്ടിക്കുണ്ട്. അത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനത്തെക്കുറിച്ച് അറിയുന്ന എല്ലാവർക്കും അറിയാം. ഏതെങ്കിലും തെറ്റായ ഒരു പ്രവണതയെയും സഹായിക്കുകയോ പിന്തുണയ്ക്കുകയോ ചെയ്യുന്ന പാർട്ടിയല്ല CPIM. അതിൻ്റെ CPIMൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകർ, അതിലെ അംഗങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഉള്ള ഒരു അച്ചടക്കമുണ്ട്, അതിൻ്റെ ഒരു പ്രവർത്തന രീതിയുണ്ട്, ചുമതലകളുണ്ട്. ആ ചുമതലകൾ ആ നിലയിൽ നിർവഹിക്കാതെ പോകുന്നുണ്ടെങ്കിൽ ആവശ്യമായ തിരുത്തൽ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളത് പാർട്ടി രീതിയാണ്. അല്ല, ഇന്നലെയല്ലേ ഇപ്പം നമ്മൾ ഈ വാർത്തയിലേക്ക് എത്തിയിട്ടുള്ളൂ. ഉണ്ടോ എന്നടക്കമുള്ള ആക്ഷേപിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഉണ്ടായിരുന്ന ആക്ഷേപം എന്താണ്? അങ്ങനെ ഒരു ആക്ഷേപം എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. ഒന്ന്. രണ്ട്, CPIയും CPMും ഇന്നത്തെ ദേശീയ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ഏറ്റവും കൂടുതൽ യോജിപ്പോടുകൂടി പ്രവർത്തിക്കുന്ന രണ്ട് പാർട്ടികളാണ്. രണ്ട് പാർട്ടികളാണെന്ന് പറയുമ്പോൾ പോലും ഞങ്ങൾ അകലം എന്നത് ഏറ്റവും കുറവുള്ള രണ്ട് രാഷ്ട്രീയ പാർട്ടികളാണ്. കാര്യങ്ങൾ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും പരസ്പരം ചർച്ച ചെയ്യുക, ഒരു പൊതുധാരണയിലെത്തുക, പൊതു തീരുമാനങ്ങളുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു സമീപനം. ഇടതുപക്ഷ ഐക്യം എന്നത് ഇന്നത്തെ ദേശീയ സാഹചര്യത്തിലും കേരളത്തിലെ സാഹചര്യത്തിലും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ചിലപ്പോൾ രണ്ട് പാർട്ടികളാണെന്നുള്ളത് ചിലപ്പോൾ ചില വിഷയങ്ങളിൽ എല്ലാ വിഷയത്തിലും 100% എല്ലായ്പ്പോഴും യോജിപ്പുണ്ടായി എന്ന് വരില്ല. അത്യപൂർവ സന്ദർഭങ്ങളിൽ ഒരു വിയോജിപ്പിൻ്റെ അന്തരീക്ഷം ഉണ്ടായാൽ തന്നെ ആ വിയോജിപ്പിനെ കൂടുതൽ വിപുലപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു നിലപാടും CPMും CPIയും തമ്മിൽ ഉണ്ടാവാതിരിക്കാനുള്ള ജാഗ്രത രണ്ട് പാർട്ടികളും സ്വീകരിച്ചു പോരുന്നുണ്ട്. എവിടെയെങ്കിലും ലോക്കൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എവിടെയെങ്കിലും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും പരിഹരിക്കാൻ തന്നെയാണ് ശ്രമിക്കുക. തെക്കൻ ജില്ലകളിലേക്ക് പോകുമ്പോൾ സീറ്റ് വിഭജനത്തിൽ, പ്രത്യേകിച്ച് ജില്ലാ പഞ്ചായത്തുകളിലേക്കുള്ള സീറ്റ് വിഭജനത്തിൽ മുസ്ലിം ലീഗിനെ കാര്യമായിട്ട് കോൺഗ്രസ് തടയുന്നു, അല്ലെങ്കിൽ സീറ്റ് നൽകുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ഉൾപ്പെടെ ഇടപെട്ടിട്ടും സീറ്റ് കൊടുക്കാൻ വേണ്ടി തയ്യാറാകുന്നില്ല എന്നുള്ളൊരു വിഷയം നിലനിൽക്കുന്നുണ്ട്. പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ UDFിലെ മുസ്ലിം ലീഗ് ഇത്തരത്തിൽ ഒരു തഴയൽ നേരിടുന്നു എന്നുള്ളൊരു അഭിപ്രായമുണ്ടോ? അല്ല, UDFിൽ സത്യത്തിൽ UDFിലെ ഏറ്റവും വലിയ ജനപിന്തുണയുള്ള ഒരു പാർട്ടിയാണ് ലീഗ്. ലീഗിന് ജനപിന്തുണയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ലീഗ് എപ്പോഴും കോൺഗ്രസിനെ
കാര്യമായി സംരക്ഷിക്കുക എന്നൊരു രാഷ്ട്രീയം നിലനിർത്താറുണ്ട്. പക്ഷെ അതുപോലെ തന്നെ കോൺഗ്രസ്സുകാർ ഇവർക്ക് തിരിച്ചു കൊടുക്കാറുണ്ടോ എന്നുള്ളത് പലപ്പോഴും സംശയമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ പിന്നെ അത് അവർ തമ്മിലുള്ളൊരു വിഷയമാണ്. പൊതുവെ പുറത്തുനിന്ന് നോക്കുമ്പോൾ പിന്നെ ലീഗിനെ ഒരു സ്ഥലത്ത് കോൺഗ്രസിന് സ്വാധീനമുള്ളിടത്ത് ലീഗിനെ സഹായിക്കാതിരിക്കുക, ലീഗിന് സ്വാധീനമുള്ളിടത്ത് സഹായം കോൺഗ്രസ് വാങ്ങുക എന്നൊരു സമീപനം അവർ സ്വീകരിക്കുന്നതായിട്ട് അപ്പോൾ നമുക്കിപ്പോൾ കാണുന്നത്. അത് പിന്നെ അവർ തമ്മിലുള്ളൊരു കാര്യത്തിൽ പിന്നെ ഏതുതരം മനോഭാവത്തിലാണ് അത് കൈകാര്യം ചെയ്തതെന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. പിന്നെ ഞാനും നിങ്ങളെ പോലെ പത്രമൊക്കെ വായിച്ചപ്പോൾ തെക്കൻ ജില്ലകളിൽ ആണ് കോൺഗ്രസ് പിന്നെ കുറച്ചുകൂടി ലീഗിനേക്കാൾ സ്വാധീനമുള്ളത്. അവിടെ ലീഗിന് അർഹമായ പരിഗണന കിട്ടിയില്ല എന്നുള്ളത് ഒരു വസ്തുതയായി നമ്മുടെ മുന്നിൽ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഈ മുൻകാലത്ത് വ്യത്യസ്തമായി തിരുവനന്തപുരം ഉൾപ്പെടെ കേരളത്തിൽ എല്ലായിടത്തും CPM ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ റെഗുലായിട്ട് വരുന്നു. കണ്ണൂരൊക്കെ ഇഷ്ടംപോലെ നിരവധി പേര് ബ്രാഞ്ച് സെക്രട്ടറിയൊക്കെ റെഗുലായിട്ട് വരുന്നത്. ഉടനെ പാർട്ടി നടപടിയെടുക്കുകയാണ്. അപ്പോൾ എന്താണ് ഇങ്ങനെ CPM തന്നെ സീറ്റ് കൊടുക്കാത്തതിൻ്റെ പേരിൽ ഇങ്ങനെ റെഗുലായിട്ട് വരാനുള്ള കാരണം? മുൻകാലമില്ലാത്തൊരു പ്രവണതയാണല്ലോ. അല്ല, ചിലപ്പോൾ നമ്മൾ ജീവിക്കുന്നൊരു സമൂഹമില്ലേ, പാർലമെൻ്ററി സ്ഥാനങ്ങളാണ് മികച്ചതെന്ന് കരുതുന്ന ആളുകൾ വളരെയധികം ഉണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ. നമ്മൾ പാർട്ടി പ്രവർത്തകരൊക്കെ ഇറക്കി ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ഇങ്ങനെ ആയില്ലേ എന്ന് ചിലപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കാം. അങ്ങനെയാണ്. അതൊരു സ്നേഹപൂർവ്വമുള്ള ചോദ്യമാണെങ്കിലും അപകടം പതിയിരിക്കുന്നൊരു ചോദ്യമാണ്. അപ്പോൾ അത്യപൂർവം ചില ആളുകൾ അത്തരം സ്നേഹപൂർവമായ ചോദ്യക്കെണിയിൽ വീണ് ചിലപ്പോൾ ഒരു നോമിനേഷൻ കൊടുത്തു വരും. പാർട്ടിയൊന്നും സമ്മതിക്കില്ല. പാർട്ടി ചെയ്ത് ഞങ്ങൾ സ്ഥാനാർത്ഥികളെ ശേഖരം സംബന്ധിച്ച് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഒരു പൊതു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ നിർദ്ദേശ പരിധിയിലൂടെയാണ് CPM-ൻ്റെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു പോകുന്നത്. ഇപ്പോൾ CPM-ന് 30,000 പാർട്ടി ബ്രാഞ്ചുകളുണ്ട്. വലിയൊരു സംഘടനാ സംവിധാനമുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ ബ്രാഞ്ച് സെക്രട്ടറിനും ഒന്ന് പഞ്ചായത്ത് മെമ്പറാക്കണം എന്ന് വെച്ചാൽ എന്ത് തികയില്ല, വാർഡ് തികയില്ല. അപ്പോൾ അങ്ങനെയല്ലല്ലോ. പിന്നെ ഈ സെക്രട്ടറി പദവിക്കല്ലല്ലോ ഈ പദവികൾ വിതരണം ചെയ്യുന്നത്. അപ്പോൾ അത്യപൂർവമായി ചിലപ്പോൾ സംഭവിക്കാം. മനുഷ്യരല്ലേ. ഇപ്പോൾ ഒരു 5 ലക്ഷം കമ്മ്യൂണിസ്റ്റുകാരിൽ ഒരാൾക്ക് പാർട്ടി തീരുമാനത്തിൻ്റെ പുറത്തൊന്ന് മത്സരിക്കണമെന്ന് തോന്നിയാൽ നാം ജീവിക്കുന്ന സമൂഹത്തിൻ്റെ സ്വാധീനം അദ്ദേഹത്തിനുണ്ടെന്നും ഞങ്ങൾക്ക് അദ്ദേഹത്തെ വേണ്ടത്ര പഠിപ്പിക്കാനായില്ല എന്നും വിലയിരുത്താനേ പറ്റുള്ളൂ. പക്ഷെ അത്തരം ഒരു സന്ദർഭത്തിൽ തെറ്റ് ചെയ്ത ആളുടെ ഒപ്പം നിൽക്കില്ല, നടപടി സ്വീകരിക്കാൻ പാർട്ടിയെ അങ്ങ് ഒഴിവാക്കി പോകും. പക്ഷേ അത്രയധികം ആളെ അങ്ങനെ ചെയ്തോ? ഇല്ല. എവിടെയോ അപൂർവമായിട്ട് 1 2 ഉണ്ടായാൽ വ്യാപകം എന്നുള്ള മലയാള വാക്കിന് ഒരുപാട് മാനങ്ങളുണ്ട്. അങ്ങനെയൊന്നും ഉപയോഗിക്കരുത്. ഒറ്റപ്പെട്ട ഏതെങ്കിലും സംഭവം ഉണ്ടായാലും സ്വാഭാവികമായിട്ടും പാർട്ടിക്ക് അതിൻ്റെ ഒരു നിലപാട് സ്വീകരിച്ചു പോകണേ. അതൊക്കെ എല്ലാ കാലത്തും ഉണ്ടാവും. ഈ പാർലമെന്ററി വ്യാമോഹം അണികൾക്ക് കൂടുന്നതാണോ? കുറയണം. അതൊന്നും നമുക്ക് ആകെ വിഷമുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു സാഹചര്യവും പിന്നെ എവിടെ ഇപ്പം നിലവിലില്ല. ഇഷ്ടപ്പെട്ട ചില സംഭവങ്ങൾ ചിലപ്പോൾ ഉണ്ടാവാം. പിന്നെ പ്രാദേശിക തിരഞ്ഞെടുപ്പിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, എത്ര 50,000 മെമ്പർഷിപ്പ് നോമിനേഷൻ വന്നു നിൽക്കും. അത്രയധികം വാർഡുകളല്ലേ. അല്ല, 1,00,000 ചില്ലാനും നോമിനേഷനാണ് വന്ന് കിടക്കുന്നത്. 50,000-ഓളം വാർഡുകളുണ്ട്. അപ്പോൾ ഞാൻ തന്നെ ശതമാനം കൂട്ടി മലപ്പുറം ജില്ലയിൽ 19% കിട്ടില്ല. ആകെ സ്ഥാനാർത്ഥികളുടെ ഒരു പട്ടിക എന്നെടുത്ത് വയ്ക്കും. അപ്പോൾ പിന്നെ അതിലുണ്ടാവുന്ന അത്യപൂർവമായിട്ടുള്ള എന്തെങ്കിലും വ്യത്യസ്തതകളുണ്ട്. അങ്ങനെ ഒരു പാർട്ടി എന്നല്ലേ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ചിലപ്പോൾ പാർട്ടിയിൽ എല്ലായ്പ്പോഴും ഒരേ സ്വരം, ചിലപ്പോൾ വിഭിന്ന സ്വരങ്ങളുണ്ടായിരുന്നു. ചിലപ്പോൾ പാർട്ടിയിൽ പുറത്തും പോകാറുണ്ട്. അതൊക്കെ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ട്. എത്രയോ ആളുകൾ, ഒറ്റപ്പെട്ട ചില വ്യക്തികൾ പാർട്ടിയിൽ തന്നെ പുറത്തു പോകുക. അതൊക്കെ സംഭവിക്കുമല്ലോ. നമ്മൾ ജീവിക്കുന്ന സമൂഹ പ്രത്യേകതകളുടേതാണ്. ഇപ്പോൾ കേരളത്തിൽ ഒരിടത്തും CPM-നകത്ത് ഒരുതരം വിഭാഗീയ പ്രവണതകളുമില്ല. ഒരിടത്തും കേരളത്തിലില്ല. അതാണ് പാലക്കാട് ജില്ലയിലും അങ്ങനെ ഒരു വിഭാഗീയ പ്രവണതയില്ല. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ TB അംഗമായ താങ്കൾ തോൽവി സംബന്ധിച്ച് പഠിച്ചു. അതിനെന്തെങ്കിലും റിപ്പോർട്ട് കൊടുക്കുന്നതായി കാണുന്നുണ്ട്? തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ കേരളത്തിൽ പൊതുവെ ഞങ്ങളുടെ പാർട്ടിയുടെ ഒരുപാട് പ്രധാനപ്പെട്ട നേതാക്കൾ
ജയിക്കേണ്ടതില്ല. കേരളത്തിൽ ആ തെരഞ്ഞെടുപ്പിലൊരു പാറ്റേൺ ഇപ്പം ഞങ്ങളെ പരിശോധിച്ചിട്ടുണ്ടാവുമല്ലോ, എങ്ങനെയാണ് വോട്ട് വന്നിട്ടുണ്ടാവുക എന്നുള്ളൊരു പാറ്റേൺ. അത് സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ പാർട്ടി അത് പരിശോധിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് കഴിഞ്ഞ തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് എന്താണ്. ലോക്സഭാ റിസൾട്ട് അല്ല നിയമസഭയിലുണ്ടാവുക. കഴിഞ്ഞ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ഈ നിലമ്പൂർ എന്നുള്ള നിയോജകമണ്ഡലം നിങ്ങൾക്ക് നല്ല പരിചയമുള്ള സ്ഥലമാണല്ലോ. നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ CPM കിട്ടിയ വോട്ടത്തിന് 30,000, 1,00,000-ലേറെ വോട്ടായി UDF. അത് കഴിഞ്ഞിപ്പോൾ ഒരു ബൈ ഇലക്ഷൻ അവിടെ ഉണ്ട്. ബൈ ഇലക്ഷനിൽ 6 മാസം മുമ്പ് പ്രിയങ്ക ഗാന്ധി മത്സരിച്ചപ്പോൾ LDF കിട്ടിയ വോട്ടിനേക്കാളും 150% അധികം വോട്ടാണ് 6 മാസം കഴിഞ്ഞപ്പോൾ LDF കിട്ടിയത്. UDF സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടിയതിനേക്കാളും 40% വോട്ട് കുറഞ്ഞു പോയി. മനസ്സിലായോ? 6 മാസമായിട്ടുള്ളൂ. അതൊക്കെ നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് വേണം ഈ ചോദ്യം ചോദിക്കാം. അത്രയും ഒരു PB അംഗമായ താങ്കളുടെ തോൽവിയെ കുറിച്ച് പാർട്ടി കൃത്യമായൊരു നിരീക്ഷണം നടത്തിയിരുന്നാണോ? ഇത് ഓരോരുത്തരുടെ ഘടകം നോക്കിയിട്ടാണ് നിരീക്ഷണം നടത്തി. നിങ്ങളുടെ പാർട്ടിയിലാണ്, നമ്മളെ പാർട്ടിയിലില്ല ഒരു നിരീക്ഷണം. PB തോൽക്കാൻ പാടില്ല, സെൻട്രൽ കമ്മിറ്റിക്ക് തോൽക്കാം, അങ്ങനെയാണോ? പാർട്ടി തോൽക്കാൻ പാടില്ല. എങ്ങനെ എതിരില്ലാതെ ജയിക്കുന്നത്? ഏറ്റവും നല്ല ചോദ്യമാണ്. ഞങ്ങൾ എതിരില്ലാതെ ജയിച്ചാൽ നമ്മളെ മീഡിയ എന്താ എഴുതറിയോ? അതൊരു കമ്മ്യൂണിസ്റ്റ് ഗ്രാമമാണ്, ഒരാളെ അവർ നോമിനേഷൻ കൊടുക്കാൻ സമ്മതിച്ചില്ല. അതുകൊണ്ടാണത്. അത് ഈ പത്രങ്ങളുടെ ഒരു എന്താ പറയുക പ്രവർത്തന കരവിരുതാണത്. ഇങ്ങനെ ചോദിക്കാം, കഴിഞ്ഞ നിങ്ങൾ 25 എതിരില്ലാതെ ജയിച്ചില്ലേ? അപ്പോൾ ഇക്കുറി ആവില്ലല്ലോ, 22 ഉള്ളൂ, അങ്ങനെ ചോദിക്കാം. അതിന് നേരെ പറിക്കാൻ മതി. എന്താണ് അതിനെ ഞാൻ പറഞ്ഞത്, രണ്ടും ചോദിക്കാം. ജനാധിപത്യത്തിൽ നല്ല മത്സരമൊക്കെ നടന്ന് ജനങ്ങൾ തീരുമാനിച്ചോട്ടെ. നമ്മൾ അതിൽ പിന്നെ വേവലാതിപ്പെട്ട കാര്യമില്ല. നമ്മളിത് ഡെമോക്രസിയിൽ ജനങ്ങൾ കിട്ടുന്നൊരു അവസരം അവർ വോട്ട് ചെയ്യും. എവിടെയെങ്കിലും അത്യപൂർവമായിട്ടൊക്കെ നമ്മൾ പിന്നെ എതിരില്ലാതെ ജയിക്കും. പണ്ട് മലപ്പുറം ജില്ലയിലും ലീഗേര് എതിരില്ലാതെ ജയിച്ചിരുന്നു. ഇപ്പം അത് കുറഞ്ഞതാ. മനസ്സിലായോ? അതിൻ്റെ ചരിത്രം ഞാനിപ്പോൾ പറയുന്നില്ല. അതെങ്ങനെ മാറി എന്നുള്ളത് വേറൊരു ചരിത്രമാണ്. ഏതായാലും പണ്ടത്തെ അത്ര മലപ്പുറം ജില്ലയിൽ പണ്ട് എല്ലാ വാർഡും മുസ്ലിം ലീഗിൽ ജയിച്ചിരുന്നത്. ഒരുപാട് പഞ്ചായത്തിൻ്റെ ഇവിടെ ഇപ്പം ഈ മലപ്പുറം പട്ടണത്തിൽ ചുറ്റും ഇരുന്നാൽ ഞാൻ ഈ ഇരിക്കുന്ന സ്ഥലത്തൊക്കെ എന്തായിരുന്നു പണ്ടത്തെ ഒരവസ്ഥ? ഈ നമ്മളെ പ്രസ് ക്ലബിൽ ഇരിക്കുന്ന സ്ഥലത്ത് ആ ചരിത്രത്തിലേക്ക് ഞാൻ പോണില്ല. അത് അതിനൊക്കെ മാറ്റം വന്നു. വർഗീയതയെ എതിർത്തുകൊണ്ടിരിക്കുന്ന നിലപാടാണ് LDF-ന്റെ നേതൃത്വത്തിൽ നൽകുന്നത്. വെള്ളാപ്പള്ളി നടേശൻ നിരന്തരമായി ന്യൂനപക്ഷങ്ങൾക്കെതിരെ വർഗീയത സംസാരിക്കുന്നതാണ്. അദ്ദേഹത്തെ പിന്തുണക്കുന്ന നിലപാടാണ് പാർട്ടി സെക്രട്ടറി, മുഖ്യമന്ത്രി ഉൾപ്പെടെ. ഈ കഴിഞ്ഞ ദിവസം പോലും പാർട്ടി സെക്രട്ടറിയുടെ ഭാഗത്ത് മതനിരപേക്ഷവാദി എന്നുള്ളതാണ് പരാമർശം വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഈ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ന്യൂനപക്ഷങ്ങളുടെ വോട്ട് അകൽച്ചുണ്ടാവും. എന്താ വെച്ചാൽ വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട സമുദായത്തെ പ്രതിനിധാനം ചെയ്യുന്ന ആളാണ്. അതിൻ്റെ നേതാവ് കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ അപ്പം പ്രകടിപ്പിക്കാറുമുണ്ട്. അതിൽ ആ നിലപാടുകൾ നമ്മുടെ പൊതുസമൂഹ ധാരണയ്ക്കെതിരായ ഒരു നിലപാടാണെങ്കിൽ ആ നിലപാടിനെ വിമർശിക്കും. അങ്ങനെയാണ് CPM ചെയ്യുക. അപ്പോൾ നമ്മുടെ പൊതു സാമൂഹ്യ നീതിക്ക് വിരുദ്ധമായ നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാണെങ്കിൽ ആ അഭിപ്രായ വ്യത്യാസം ഞങ്ങൾ തുറന്നു പറയുകയാണ് ചെയ്യുക. പക്ഷേ വെള്ളാപ്പള്ളി നടേശനെ ഒരു വർഗീയവാദിയായിട്ട് ഇതുവരെ ഒരാളും പറഞ്ഞു കേട്ടിട്ടില്ല. അദ്ദേഹം അങ്ങനെയാണെന്ന് കരുതാൻ പറ്റില്ല. അദ്ദേഹം ഒരു പ്രത്യേക സമുദായത്തിൻ്റെ സംഘടനയുടെ SNDP എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല കാണുക. SNDP എന്ന് പറഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ഒരു പൊതു സ്വത്താണ് SNDP എന്ന് പറഞ്ഞാൽ. അതിനങ്ങനെ കാണുക. കാരണം കേരളത്തിൽ ഈ സംഘടനകൾ രൂപപ്പെട്ട് വരുമ്പോൾ നമ്മുടെ നവോത്ഥാനവുമായി ബന്ധപ്പെടുത്തി SNDPയുടെ രൂപീകരണം കേരളത്തിൻ്റെ സാമൂഹ്യ ഘടനയെ മാറ്റിമറിച്ച രൂപത്തിൽ വ്യത്യസ്തങ്ങളായ സമുദായങ്ങൾക്കകത്ത് നവോത്ഥാനപരമായ പരിവർത്തനം ഉണ്ടാക്കാൻ പ്രചോദനം നൽകിയ ഒന്നാണ്. അതുകൊണ്ട് SNDP വേറൊരു തരത്തിലാണ് നമ്മൾ സാമൂഹ്യമായിട്ട് നമ്മൾ വിലയിരുത്തുക. അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു ഹിന്ദു വർഗീയവാദിയാണ് എന്ന നിലപാട് നിങ്ങൾക്കുണ്ടെങ്കിലും ഞാനത് അംഗീകരിക്കുന്നു. അതുകൊണ്ട് ലീഗിലെ ഒരു വിഭാഗം ഈ വിഷയത്തിൽ ഇടപെട്ട അനുകൂലമായി നിൽക്കും എന്നൊരു സൂചന തരുന്നതായിരുന്നു.
ഞാനൊരു കാര്യം പറഞ്ഞു. ഇപ്പോൾ UDF നിൽക്കുന്ന പാർട്ടികളും സംഘടനകളും ലീഗ് ഉൾപ്പെടെ ജമാഅത്ത് ഇസ്ലാമി ഇവരുണ്ടാക്കിയിരിക്കുന്ന ഈ സഖ്യത്തെ UDF ലീഗും ഒക്കെ കൂടുതൽ ജമാഅത്തിന്റെ നയങ്ങൾക്ക് കീഴ്പ്പെടുന്നതിനെതിരായിട്ടുള്ള ഒരു പൊതുവികാരം വ്യത്യസ്തങ്ങളായ മുസ്ലിം സാമുദായിക സംഘടനകൾക്ക് അകത്തുണ്ട്. അവരത് പരസ്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ധാരാളം മുസ്ലിം സാമുദായിക സംഘടനകൾ ഈ ജമാഅത്തെ ഇസ്ലാമിയെ ശക്തിപ്പെടുത്തുന്ന തരത്തിൽ ഉള്ള നിലപാടുകളെ വിമർശിക്കുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടിനെ വിമർശിക്കുന്നുണ്ട്. അതിപ്പോൾ നമ്മുടെ നാട്ടിലെ ഏറ്റവും സ്വാഗതാർഹമായ കാര്യമാണ്. സമൂഹത്തെ വർഗീയമായി ധ്രുവീകരിക്കാൻ RSS നടത്തുന്ന പരിശ്രമങ്ങൾ അത്യന്തം അപകടകരമായ ഒരു സാഹചര്യത്തിൽ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഒരു മറുവർഗീയതയെ ശക്തിപ്പെടുത്താൻ നടത്തുന്ന പ്രചരണങ്ങളെയും പ്രവർത്തനങ്ങളെയും നിരാകരിക്കുക എന്നതാണ് സമൂഹത്തിന് ആവശ്യം എന്നുള്ള നിലയിൽ മുസ്ലിം ജനസാമാന്യത്തിനിടയിൽ ഇപ്പോൾ ഇവർ സ്വീകരിച്ച പൊതുനിലപാടുകളോടുള്ള വിമർശനമുണ്ട്. ഭൂരിപക്ഷം മതന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ, വിശേഷിച്ച് മുസ്ലിം ജനവിഭാഗങ്ങൾ ഈ നിലപാടിനോടൊപ്പമല്ല എന്നത് വ്യക്തമാണ്. കുറേ സംഘടനകൾ ഇപ്പോൾ ആ അഭിപ്രായം പ്രകടിപ്പിച്ചു തുടങ്ങി. വ്യക്തികളും ഇനി അത് പ്രകടിപ്പിച്ചു തുടങ്ങും. ഭൂരിപക്ഷ സമുദായത്തിൻ്റെ മഹാഭൂരിപക്ഷം തന്നെ ആ നിലപാടിൽ എത്തുമെന്നതിൽ തർക്കമില്ല. കാരണം ഇന്നത്തെ സാമൂഹ്യ ചുറ്റുപാടിൽ ഹിന്ദുത്വ വർഗീയതയെ തോൽപ്പിക്കാൻ ബാക്കിയുള്ള എല്ലാ മതനിരപേക്ഷവാദികളും ഒന്നിക്കുക എന്നുള്ളത് അതിപ്രധാനമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ്